ചെറിയ സംസ്ഥാനമായ കേരളത്തിന് അഞ്ചാമതൊരു വിമാനത്താവളത്തിന്റെ ആവശ്യമെന്താണെന്നത് സംബന്ധിച്ച് പ്രായോഗിക പഠനമൊന്നും നടത്താതെയാണ് ആറന്മുള പദ്ധതിക്ക് തത്വത്തിൽ ഇടത് സർക്കാർ അനുമതി നൽകിയതെന്ന് CAG റിപ്പോർട്ട് കണ്ടെത്തി. ഇല്ലാത്ത ഭൂമി കൈവശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കമ്പനി അപേക്ഷ നൽകിയപ്പോൾ അത് അന്വേഷിക്കാതെ ഉത്തരവാദിത്തപ്പെട്ട ഗതാഗത വകുപ്പിന് മറികടന്നായിരുന്നു വ്യവസായ വകുപ്പ് അനുമതി നൽകിയത്. ഭൂമിയിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നീക്കി വേഗത്തിൽ ഭൂമി കൈമാറ്റം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ജില്ലാ കളക്ടർക്ക് സ്ഥലം MLAയുടെ നിർദ്ദേശപ്രകാരം ഉത്തരവ് നൽകി. ഹെക്ടർ കണക്കിന് പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തിയതും നെൽവയൽ നികത്തിയതും കണ്ടെത്തിയ ശേഷമായിരുന്നു ഇത്. പദ്ധതിയിൽ 10% ഓഹരി പങ്കാളിത്തം സ്വീകരിച്ചതിലൂടെ UDF സർക്കാർ നിയമവിരുദ്ധമായ നിലം നികത്തൽ, കയ്യേറ്റം, ജൈവ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയുടെ പങ്കാളിയുമായി തീർന്നു. കേന്ദ്രത്തിന്റെ പല അനുമതികളും നേടിയെടുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ സഹായിക്കുകയും ചെയ്തു. സ്മാർട്ട് സിറ്റിയുടെ കാര്യവും വ്യത്യസ്തമല്ല. പ്രദർശനം കാണാനെത്തിയവരെയാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ പങ്കാളിയാക്കിയത്. ഇൻഫോ പാർക്ക് വികസന സമയത്ത് ഭൂമി പാട്ടത്തിന് നൽകിയതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ടീകോമിന് ഭൂമി കൈമാറിയതിലൂടെ കോടികളുടെ നഷ്ടമുണ്ടായി. KSEBിയുടെ ഭൂമി കൈമാറിയതിലും വൻ നഷ്ടമുണ്ടായതായും CAG കണ്ടെത്തി. പദ്ധതിയിൽ വീഴ്ച സംഭവിച്ചാൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാകുന്ന തരത്തിലാണ് കരാറെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഹാരിസണിൽ നിന്ന് തിരിച്ചെടുക്കാൻ ലാൻഡ് ബോർഡ് ഉത്തരവിട്ട 746 ഹെക്ടർ ഭൂമി തിരിച്ചെടുക്കുന്നതിലും സർക്കാരുകൾ കുറ്റകരമായ അനാസ്ഥ കാണിച്ചതായും CAG കണ്ടെത്തി. സനൂപ് ശശിധരൻ, മീഡിയ 1, തിരുവനന്തപുരം.